ലോക മുതലാളിത്തവൽക്കരണത്തിന്റെ പിടിയിലമരുമ്പോൾ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം വീണ്ടും ഒരു തൊഴിലാളി ദിനം കൂടി വന്നെത്തുകയാണ്. ഒരു അനുസ്മരണ ദിനം എന്നതിലപ്പുറം ലോകമാകമാനമുള്ള തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം നൽകുകയും അതുവഴി ലോകത്തെ ഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിതത്തിന് ഒരു ദിശാബോധം നൽകിയ ദിനം കൂടിയാണ് മെയ് 1. ലോകം മുതലാളിത്തവൽക്കരണത്തിന്റെ ധ്വംസനമേറ്റ് പിടയുമ്പോൾ ലംഘിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികൾ മുഷ്ടി ചുരുട്ടിയിറങ്ങിയ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ തൊഴിലാളി ദിനവും. ലോകത്തെ സമ്പത്ത് മുഴുവൻ ഒരു ന്യൂനപക്ഷത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ഭൂരിപക്ഷം അതിരുവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലത്ത് തൊഴിലാളികളുടെ അവകാശ സമരത്തിന്റെ പേരുകൂടിയാണ് തൊഴിലാളി ദിനം. തൊഴിലാളി വർഗത്തിന്റെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനൊപ്പം തൊഴിലവകാശങ്ങളെക്കുറിച്ചും അവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക ഓരോ വർഷവും മെയ് 1. ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ തൊഴിലവസരങ്ങൾ ഉയരുമ്പോൾ ആ തൊഴിലിടങ്ങളെല്ലാം തൊഴിലാളി സൗഹൃദമാവേണ്ടത് കാലഘട്ടത്തിന്റെ കൂടി അനിവാര്യതയായി മാറുന്നു. മനുഷ്യവിഭവത്തിന് തന്നെ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ വളരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. നിർമ്മിത ബുദ്ധി എല്ലാ മേഖലകളെയും അടക്കി വാഴാൻ പോകുന്നതിന്റെ സൂചനകൾ നൽകി കഴിഞ്ഞു. മനുഷ്യന്റെ സർഗാത്മകതയെ പോലും വെല്ലുവിളിച്ചാണ് ചാറ്റ് ബോട്ടുകളുടെ കടന്നുവരവ്. ഈ മാറ്റങ്ങളെല്ലാം തന്നെ തൊഴിലാളി വർഗത്തിന്റെ വയറ്റത്തടിക്കുമെന്ന ആശങ്ക ലോകത്ത് പടർത്തിയിട്ടുണ്ട്. ജോലി എടുക്കുന്നതിന്റെ മൗലിക അവകാശമായ വേതനം പോലും ലഭിക്കാത്ത ഈ കാലഘട്ടത്തിൽ തൊഴിൽ ദിനത്തിന്റെ പ്രസക്തി ഓർമ്മിപ്പിക്കുക തന്നെ വേണം. ഒരു ദിനാചരണം എന്നതിനപ്പുറം തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധ്യം നിരന്തരം പുതുക്കിയില്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ടേയിരിക്കും. UTV ന്യൂസ്, പാലക്കാട്.